ഹലോ ഗേയ്സ്, നമുക്കിന്നേ ചപ്പാത്തി കൊണ്ടേ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കട്ടോ. പിന്നെ കൊത്തു പൊറാട്ടയൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ ഇങ്ങനെ നമ്മളൊരു കത്രി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കണത്. ചെറുതായി കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 4 ചപ്പാത്തിയാണ് ഉണ്ടാക്കണത്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഈ പറയുന്നത് കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ബാക്കി വരുമ്പോഴേ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ഒരു 4 ചപ്പാത്തി ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഇതിലേറെ ചെറുതാക്കി കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തോളി. ഇപ്പം അത് കത്രി കൊണ്ടാണ്, കത്തി കൊണ്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ചെറുതാക്കി. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് നല്ല കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് അങ്ങനെ ഗേയ്സ് 4 ചപ്പാത്തി നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മുട്ടക്കോസ്, ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ പൊടികൾ ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, ഇതൊക്കെയാണ് മസാലകൾ കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറോളം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറോളം ഒന്ന് ചെറുതായി ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ടേ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു സവാള അരിഞ്ഞുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുണ്ടാക്കാനൊക്കെ എളുപ്പമാട്ടോ. ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേ നമുക്കൊരു സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കട്ടോ. സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുക, വേഗം ഒന്ന് വഴന്ന് കിട്ടാനേ. അങ്ങനെ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായി ഇളക്കി അതൊന്ന് ഇളം ബ്രൗൺ കളറായി വരുമ്പോൾ 2 പച്ചമുളക്, ക്യാരറ്റ്, മുട്ടക്കോസ്, തക്കാളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ഇത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കട്ടോ. ഇപ്പോൾ 4 ചപ്പാത്തിക്കുള്ള കൂട്ടാണ് ഞാൻ പറയുന്നത്. ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, ലേസം ഒരു 100 ഗ്രാം ക്യാബേജ്, 2 പച്ചമുളക്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കട്ടെ. ലേസം ഉപ്പ് ചേർത്തിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമാക്കി വെച്ചാൽ മതി. അങ്ങനെ വെന്തോളും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തുങ്ങാണ്ടേ നല്ലോണം ഇളക്കിയിട്ട് ഇത് നന്നായി ഒന്ന് വെന്ത് വരട്ടോ. നമുക്കൊന്ന് അടച്ച് വെക്കാം. ക്യാബേജ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ കൂടെ ഒന്ന് ഇളക്കിയിട്ടേ നമുക്കൊന്ന് അടച്ച് വെച്ചാണ് വേവിച്ചാൽ. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോയാലോ.
അങ്ങനെ ഗേസ് നമ്മളെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടേ പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ടേ ഒരു മുട്ട പൊട്ടിച്ചേക്ക് ഒഴിക്കട്ടോ. ഈ 2 വേണമെങ്കിൽ 2 ചേർത്തോളൂ. ഞാനിപ്പോൾ 1 ചേർത്തിട്ട് ഈ 4 ചപ്പാത്തിക്ക്. അധികം ചപ്പാത്തി എടുക്കുന്നുണ്ടെങ്കിൽ 2 മുട്ട 3 മുട്ടയൊക്കെ ഒഴിച്ച് കൊടുത്തോട്ടോ. ഇതുകൊണ്ട് ഒഴിച്ചിട്ടേ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. അത് നല്ലോണം വെന്ത ശേഷം നമ്മൾ ഈ കൊത്തി വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ, നുറുക്കി വെച്ച് അത് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ വേപ്പിൻ്റെ ഇല, ഉപ്പില്ലെങ്കിൽ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. ഈ ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചങ്ങാണ്ട് ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ. അത് ലാസ്റ്റ് ഒഴിച്ചാൽ മതി, ഇവിടെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയായ കൊത്തു ചപ്പാത്തിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ വളരെ ടേസ്റ്റിയായ കൊത്തു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പൊറോട്ട കൊണ്ട് ഉണ്ടാക്കും കേട്ടോ. കൊത്തു പൊറോട്ട നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ബാക്കി വരുമ്പോഴേ, ഈ ബാക്കിയല്ല ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ബാക്കിയാകുമ്പോൾ പിന്നെ നമ്മൾ ചപ്പാത്തി പരത്താൻ നിൽക്കണ്ടല്ലോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കണേ. താങ്ക്സ് ഫോർ വാച്ച്.